ഈ കേസിലെ പ്രതി ഗോപാലമേനോൻ രാഘവനെ കരുതിക്കൂട്ടിയാണോ കൊല ചെയ്തതെന്നും രാഘവന്റെ സഹോദരി വത്സലയുമായി പ്രതിക്ക് രഹസ്യബന്ധമുണ്ടോ എന്നും നിയമപരിപാലനം ചെയ്യേണ്ട ഒരു കമ്മീഷണർ അസാൻമാർഗിക നടപടികൾ വെച്ചു പുലർത്തിയിരുന്നെന്നും കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നതിനാൽ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പ്രതിയെ റിമാൻഡിൽ വയ്ക്കുവാൻ കോടതി ഉത്തരവിടുന്നു. എന്താ മോനെ? അച്ഛനെ ജാമ്യം നിഷേധിച്ചു. എന്താണെന്നറിയാമോ? അച്ഛൻ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം ഇവൻ ചാർജ് ഷീറ്റിൽ എഴുതി പിടിപ്പിച്ചു. അച്ഛൻ സ്ത്രീകളെ ഹോട്ടലിൽ കൊണ്ടുപോകുന്ന ആളാണെന്ന് പറയാൻ നിനക്ക് ലജ്ജയില്ലടാ? ഒരു പോലീസ് കമ്മീഷണർ ഒരു പെണ്ണിന് വേണ്ടി കൊലപാതകം ചെയ്തു എന്ന് പറയുന്നത് അതിനേക്കാൾ ലജ്ജിക്കേണ്ട കാര്യമാണ്. അതെ മോനെ, കൊല നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു പെണ്ണിന് വേണ്ടി തന്നെ ആയിരിക്കും. അമ്മ എന്താണ് ഈ പറയുന്നത്? എന്റെ ആൺമക്കളോട് പറയാൻ പാടില്ലാത്ത പലതും ഉള്ളതുണ്ട്. അച്ഛനെ കുറിച്ച് ഇവനുണ്ടാക്കിയ കള്ളക്കഥകൾ അമ്മയും വിശ്വസിക്കുകയാണ്. ഞാൻ കിട്ടിയ തെളിവുകൾ വെച്ച ചാർജ് ഷീറ്റ് തയ്യാറാക്കി. എടാ, നിന്നേക്കാൾ വലിയവൻ അന്വേഷണം ഏറ്റെടുത്താലും അച്ഛൻ നിരപരാധിയാണെന്ന് ഞാൻ തെളിയിക്കും. എന്റെ ഈശ്വര, ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു പരീക്ഷണം വന്നല്ലോ. സാക്ഷി വിസ്താരം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നതിൽ ഒരു അക്ഷരം പോലും മറക്കരുത്. ഇല്ല കുഞ്ഞെ. എനിക്ക് വീട്ടിലോ ഓഫീസിലോ വെച്ച് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് രഹസ്യമായിട്ട് ഇങ്ങോട്ട് വന്നത്. വിജയൻ കുഞ്ഞ് വിഷമിക്കണ്ട. നിങ്ങളുടെ ഉപ്പും ചോറും തിന്നുന്നവനാണ് ഞാൻ. അദ്ദേഹത്തിന് വേണ്ടി എന്ത് പറയാനും ഞാൻ തയ്യാറാണ്. കുഞ്ഞെ, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി സാക്ഷി പറയുകയല്ല, കൊലക്കുറ്റം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. അച്ഛനോട് നിങ്ങൾക്കുള്ള സ്നേഹവും ബഹുമാനവും എനിക്കറിയാം. എന്തൊക്കെ നേരിടേണ്ടി വന്നാലും ഞാൻ അച്ഛനെ രക്ഷപ്പെടുത്തും. നാളെ വിചാരണ തുടങ്ങുകയാണ്. കേസിനെ കുറിച്ച് എനിക്ക് പലതും റെഫർ ചെയ്യാനുണ്ട്. നാളെ കോടതി വെച്ച് നമുക്ക് കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. കുഞ്ഞപ്പ, ഈ വീട്ടിൽ ആരും ഉറങ്ങാത്തപ്പോ എനിക്കിങ്ങനെ ഉറക്കം വരും കൊച്ചെന്ന്. അല്ലെങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഒരു മകൻ ഉറക്ക വിളയ്ക്കും, ശിക്ഷിപ്പിക്കാൻ മറ്റൊരു മകൻ ഉറക്ക വിളയ്ക്കും. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എല്ലാം വിധിയാ. ഈശ്വര, ഈ പ്രതി ഗോപാലമേനോനുമായി നിങ്ങൾ പരിചയപ്പെട്ട എത്ര കാലമായി? കുറെ കാലായി. മേനോൻ എല്ലാവിധ സ്വഭാവ ദൂഷ്യങ്ങളുള്ള ആളാണെന്ന് കേൾക്കുന്നു, ശരിയാണോ? അയ്യോ, ശരിയല്ല. അദ്ദേഹം സത്യവും നീതിയുള്ള ആളാണ്. നിങ്ങൾ ഏത് പരിതസ്ഥിതിയിലാണ് മേനോനുമായി പരിചയപ്പെട്ടത്? ഒരിക്കലൊരു കേസിൽ അദ്ദേഹം എന്നെ അറസ്റ്റ് ചെയ്തു. സത്യാവസ്ഥ അറിഞ്ഞപ്പോ നല്ലവനായി ജീവിക്കാൻ ഉപദേശിച്ച് അദ്ദേഹം എന്നെ വിട്ടയച്ചു. അതിന് പ്രത്യുപകാരമായിട്ടാണല്ലേ ഇപ്പോൾ ഈ പ്രതിക്ക് കൂട്ടു നിൽക്കുന്നത്? അല്ല യുവർ ഓണർ, ഈ സാക്ഷി ഒരു ക്രിമിനൽ പുള്ളിയാണ്. ഇയാൾ മറ്റൊരു ക്രിമിനൽ പുള്ളിയെ നല്ലവരെന്ന് പറയുന്നതിന്റെ അർത്ഥം ബഹുമാനപ്പെട്ട കോടതി മനസ്സിലാക്കണം. ഐ ഒബ്ജക്ട് ടു ഇറ്റ്, യുവർ ഓണർ. സാക്ഷി ആരായാലും അയാളുടെ പൂർവ്വകാല കഥകൾ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഖേദകരമാണ്. ഇന്നലെ കുറ്റം ചെയ്തവൻ ഇന്ന് നല്ലവനായി കൂടുന്നില്ല. ആ സത്യം ബഹുമാനപ്പെട്ട കോടതി കണക്കിലെടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ഒബ്ജക്ഷൻ സസ്റ്റെയിൻഡ്. സംഭവ ദിവസം നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നോ? ആ ദിവസം മുഴുവൻ അദ്ദേഹം എന്നോടൊത്തുണ്ടായിരുന്നു. ഇത് തികച്ചും അസത്യമാണ്, യുവർ ഓണർ. കമ്മീഷണർ ഗോപാലമേനോൻ സംഭവ ദിവസം ലീവ് എടുത്തതായിട്ട് പോലും രേഖകളില്ല. യുവർ ഓണർ, എത്ര കർമ്മനിരതനായ ഉദ്യോഗസ്ഥനും പെട്ടെന്ന് ലീവ് എഴുതി കൊടുക്കാൻ സാധിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് വരും. ജാതി ഭേദങ്ങളെയോ സ്ഥാനമാനങ്ങളെയോ കണക്കിലെടുക്കാത്ത ഒരു മനുഷ്യസ്നേഹിയാണ് ഈ കേസിലെ പ്രതി. ആ ദിവസം മുഴുവൻ സാക്ഷിയോടത്ത് കഴിയേണ്ട എന്തെങ്കിലും അത്യാവശ്യം പ്രതിക്ക് ഉണ്ടായിക്കൂടുന്നില്ല. ഈ കേസിൽ ഒന്നാം സാക്ഷിയായ അലക്സാണ്ടറിന്റെ മൊഴിയിൽ എങ്ങനെയെങ്കിലും പ്രതിയെ ശിക്ഷിപ്പിക്കണമെന്നുള്ള ആവേശമുണ്ടായിരുന്നു എന്നുള്ള സത്യം കോടതിയെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു.
ഈ വസ്തുതകളെല്ലാം കണക്കിലെടുക്കുമ്പോൾ പ്രതി നിരപരാധിയാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളാണോ കമ്മീഷണർ ഗോപാലമേനെ അറസ്റ്റ് ചെയ്തത്? അതെ. പേരെന്താ? രാജൻ. ഇനീഷ്യലില്ലേ? ഉണ്ട്. കെ. ഉദ്യോഗം കിട്ടിയിട്ട് എത്ര നാളായി? ട്രെയിനിങ് ഉൾപ്പെടെ 2 വർഷം. ഏതെങ്കിലും മുതലാളിമാരാണോ ഉദ്യോഗം വാങ്ങിച്ചു തന്നത്? യുവർ ഓണർ, ഇത്തരം ചോദ്യങ്ങൾ അനുവദനീയമല്ല. ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യാനും വേണ്ടത്ര തെളിവുകൾ ശേഖരിക്കാനും കഴിഞ്ഞത് SI രാജന്റെ അസാധാരണമായ കഴിവുകൾ കൊണ്ടാണ്. വ്യക്തിബന്ധങ്ങളെപ്പോലും വലിച്ചെറിഞ്ഞ് കൃത്യനിഷ്ഠയോടെ ഡ്യൂട്ടി നോക്കിയ ഒരു ഉദ്യോഗസ്ഥരോട് അപഹാസ്യമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കോടതി അനുവദിക്കരുത്. ഒബ്ജെക്ഷൻ സസ്റ്റെയിൻഡ്. ഐ എം സോറി യുവർ ഓണർ. ഡ്യൂട്ടിയിൽ കൃത്യനിഷ്ഠ പാലിക്കുന്നതിൽ ഏറ്റവും ഉന്നതനായ ഒരു പോലീസ് ഓഫീസറായിരുന്നു ഗോപാലമേനോൻ എന്നറിയാമോ? അറിയാം. ബ്ലൂ ഫിലിം നിർമ്മിച്ച അലക്സാണ്ടറെ അറസ്റ്റ് ചെയ്തത് നിങ്ങളാണ്? അല്ല, മറ്റൊരു ഇൻസ്പെക്ടറാണ്. സ്റ്റാർ ഹോട്ടൽ നിങ്ങളുടെ അതിർത്തിയിലായിരുന്നിട്ടും നിങ്ങൾ പോകാതിരുന്നത് എന്താ? ഞാനന്ന് ലീവിലായിരുന്നു. അലക്സാണ്ടറുടെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയിരുന്നുകൊണ്ടല്ലേ നിങ്ങൾ അന്ന് ലീവ് എടുത്തത്? ഞാൻ ഇന്നുവരെ കൈക്കൂലി വാങ്ങിയിട്ടില്ല. അയാൾക്ക് ജാമ്യം നിഷേധിച്ചതിന്റെ പേരിൽ നിങ്ങളും കമ്മീഷണറും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് ശരിയാണോ? ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുന്ന കാര്യത്തിൽ കമ്മീഷൻ സാധാരണയിൽ കഴിഞ്ഞ് വാശി പിടിച്ചതുകൊണ്ട് ഞങ്ങൾ അതേപ്പറ്റി സംസാരിച്ചത് ശരിയാണ്. കമ്മീഷണർ തന്നെയാണ് രാഘവനെ കൊല ചെയ്തത് എന്നുള്ളതിന് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ തെളിവ് അറസ്റ്റ് വാച്ച്. ആ വാച്ച് കമ്മീഷണർ തന്നെയാണ്. കമ്മീഷണർക്ക് അറസ്റ്റ് വാച്ച് സമ്മാനിച്ചത് ഈ പറയുന്ന SI തന്നെയല്ലേ? യുവർ ഓണർ, ഈ കേസിനെ മറ്റാരെയും വിസ്തരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. SI രാജൻ തന്നെയാണ് പ്രതിക്ക് വാച്ച് വാങ്ങിക്കൊടുത്തത്. എന്നിട്ട് അതേ വാച്ചാണ് കൊലക്കുറ്റത്തിന് തെളിവായി ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. അലക്സാണ്ടറിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലിയും മറ്റാനുകൂല്യങ്ങളും സ്വീകരിച്ച SIക്ക് അയാളെ എങ്ങനെയെങ്കിലും പ്രീതിപ്പെടുത്തിയേ പറ്റൂ. അതിനുവേണ്ടിയാണ് ആ മോഡലിൽ ഒരു വാച്ച് കൊല നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു എന്ന് വരുത്തി ഇവിടെ തെളിവുണ്ടാക്കിയിരിക്കുന്നത്. SI രാജന് അലക്സാണ്ടറിനോടുള്ള വിധേയത്വവും അയാൾക്ക് കമ്മീഷണറോടുള്ള വിരോധവും കണക്കിലെടുക്കേണ്ടതാണെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. ഏറ്റവും നീചമായ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഗോപാലമേനോൻ ഈ കേസിൽ പ്രതിയായിരിക്കുന്നതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ സ്വകാര്യ ജീവിതത്തിലോ ഔദ്യോഗിക ജീവിതത്തിലോ കളങ്കത്തിന്റെ നേരിയ പോറൽ പോലും ഏൽക്കാത്ത വ്യക്തി എന്ന നിലയിൽ പ്രതിക്ക് നീതിപൂർവവും ധാർമ്മികവുമായ വിധി ഉണ്ടാകണമെന്ന് ഞാൻ കോടതിയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രതിക്ക് അവസാനമായി കോടതി എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ബോധിപ്പിക്കാം. എനിക്കൊന്നും പറയാനില്ല. ഏത് വിധി വന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്.